ഗൈസ്, നിങ്ങൾ KTU 2024 സ്കീം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ വീഡിയോ 100% നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പാസ് മാർക്ക് എത്ര, ഇന്റർണൽസ് എത്ര, അറ്റൻഡൻസ് എത്ര, അസൈൻമെന്റ് എത്ര, ഇനി നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമിന് ജയിക്കാനും പാസ്സാകാനും വോയിസ് അടിക്കാനും എത്ര മാർക്ക് വേണം, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ 3 മിനിറ്റിനുള്ളിൽ ഞാൻ തീർത്തു തരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായും ആദ്യം മുതൽ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരൊറ്റ വീഡിയോയിലുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളും KTUമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞങ്ങളുടെ പക്കം. ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. S1-നുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സോ എങ്ങനെയാണ്? ആകെ 100 മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത്. അതിൽ തന്നെ നിങ്ങൾ കണ്ടുവന്ന SLC +2 പോലെയല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർക്കിംഗ് സ്കീമാണ് 2024. 60 മാർക്ക് നിങ്ങൾ എക്സ്റ്റേണലായിട്ട്, അതായത് നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്കാണ്. ബാക്കി 40 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണ് വരുന്നത്. ഈ 40 മാർക്കിലാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ അറ്റൻഡൻസ്, അതുകൂടാതെ നിങ്ങൾ ഫസ്റ്റ് സീരീസ് സെക്കൻഡ് സീരീസ് ഒക്കെ എഴുതിയെടുത്ത മാർക്കുകൾ വരുന്നത്. അതിൻ്റെ ഡിവിഷൻ നമുക്ക് നോക്കാം. 40-ൽ 20 മാർക്ക് വരുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ചേർത്തിട്ടുള്ള ആവറേജ് ആണ്. അതായത് ഫസ്റ്റ് സീരീസിൻ്റെ മാർക്ക് 10ലേക്ക് എടുക്കും, സെക്കൻഡ് സീരീസിൻ്റെ ടോട്ടൽ ആവറേജ് 10ലേക്ക് എടുക്കും. കൂട്ടിയിട്ട് 20 മാർക്കിനാണ് നിങ്ങളുടെ ടോട്ടൽ സീരീസ് മാർക്കിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത്. പിന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ 5 മാർക്കാണ്. അറ്റൻഡൻസ് പേഴ്സൻറ്റേജ് എത്രയാണോ അത് 5 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ബാക്കി 15 മാർക്ക് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ്, അതുപോലെ നിങ്ങളുടെ അസൈൻമെൻറ്റ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി വേറെ കുറച്ച് പേര് ചോദിച്ചു, ഫസ്റ്റ് സീരീസിന് മാർക്ക് കുറവാണ്, ചില സബ്ജക്റ്റിന് പൊട്ടി, അപ്പോൾ ഇതെല്ലാം എൻഡ് സെമസ്റ്റർ എക്സാമിന് വരുമ്പോൾ സപ്ലി അടിക്കാൻ വേണ്ടി പണിയാകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇനി എത്രയാണ് പാസ് മാർക്ക് എന്ന് നോക്കാം. ആകെ വരുന്ന 100 മാർക്കിനുള്ള പരീക്ഷയിൽ കൃത്യമായിട്ട് 40 ഇൻറ്റേർണൽസും 60 എക്സ്റ്റേണലും ആകുമ്പോൾ 50 മാർക്കാണ് 2024 സ്കീം അനുസരിച്ച് നിങ്ങളുടെ പാസ് മാർക്ക്. അപ്പോൾ നമുക്കൊരു ഐഡിയൽ സിറ്റുവേഷൻ നോക്കാം. നിങ്ങൾ എഴുതിയെടുക്കുന്ന 60 മാർക്കിനുള്ള എക്സാമിൽ മിനിമം, ഞാൻ പറയുന്നു മിനിമം 24 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, സ്കോർ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ എഴുതിയെടുക്കുന്നതിൽ 24-ൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഫെയിലായി എന്നാണ് അർത്ഥം. മിനിമം അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 24 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഐഡിയൽ സിറ്റുവേഷൻ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 60-ൽ 24-ഉം ബാക്കി വരുന്ന CE മാർക്ക് ഉണ്ടല്ലോ, അതായത് ഇൻറ്റേർണൽസ് ഉണ്ടല്ലോ, അതിൽ 40-ൽ 26 മാർക്കും നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ 24-ഉം 26-ഉം കൂടി കൂട്ടിയാൽ ടോട്ടൽ 100-ന് 50 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായി. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുക, ചിലർക്ക് ഇൻറ്റേർണൽ മാർക്ക് വളരെ കുറഞ്ഞു, അതായത് സീരീസ് 1-നും സീരീസ് 2-നും ഒക്കെ മാർക്ക് വളരെ കുറവാണ്, 26 കിട്ടിയില്ല, 20-ഓ 22-ഓ 18-ഓ ഒക്കെ കിട്ടി. അങ്ങനെയാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കണം ആ ഒരു മാർക്ക്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 20 മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് ടോട്ടൽ 50-ൽ നിന്ന് മൈനസ് ചെയ്യുക. എത്ര വരും? 30 മാർക്ക്. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എൻഡ് സെമസ്റ്റർ 60 മാർക്കിനുള്ള ആ ഒരു റിട്ടേൺ ടെസ്റ്റിൽ അത്രയും മാർക്ക് നിങ്ങൾ മിനിമം നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ ഒരു വിഷയത്തിന് സപ്ലി ഇല്ലാതെ മിനിമം 50 മാർക്ക് എന്ന് പറയുന്ന ആ ഒരു പാസ് മാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുക. ഇനി തന്നെ ഈ 60 മാർക്കിൻ്റെ ഫർദർ ഡിവിഷൻ നമുക്ക് നോക്കാം. 2 പാർട്ട് മാത്രമേ ഉള്ളൂ, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 24 മാർക്കാണ്. 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യനാണ്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് എന്ന ആ ഒരു ക്രമത്തിൽ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ടോ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഒരു ക്വസ്റ്റ്യന് 9 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആകെ വരുന്ന 8+4 12 ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ എല്ലാ വിഷയത്തിലും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയവും കൂടിയാണ്. ഇനി ഈ ഒരു മാർക്കിംഗ് സ്കീമിലോ പാസ് മാർക്കിൻ്റെ കാര്യത്തിലോ ഇൻറ്റേർണൽസിലോ ആർക്കും തന്നെ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഫോർ മോർ ഡീറ്റെയിൽസ് ഗൈസ്. സോ കൂടുതൽ KTU അപ്ഡേറ്റ്സിന്, ക്വസ്റ്റ്യൻ പ്രിഡിക്ഷൻ സീരീസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.